ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ അനുഭവ യാത്രയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 3 എപ്പിസോഡുകൾ നമ്മൾ കവർ ചെയ്ത് 4ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ 3 എപ്പിസോഡുകൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ എപ്പിസോഡിലേക്കൊന്ന് കടന്നു ചെന്ന് ഈ സഹോദരങ്ങളെ ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4ാമത്തെ ദിവസം നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് പ്രകൃതിയോടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കാണാനായിട്ടുള്ള ഒരു മനസ്സാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയതയാണ്. സഹജീവികളോടുള്ള, പ്രകൃതിയോടുള്ള ഇവരുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അല്ല, കുരങ്ങ് വന്നു, എന്നിട്ട് അവര് തേങ്ങ പറിച്ചിട്ട് അതൊരു താഴെ കൊണ്ട് അവിടെ വെച്ചിട്ട് പോയി. അത് സെപ്റ്റിക് ടാങ്കി വന്ന് ഇത് ക്ലേശിച്ച് മരിക്കുന്നതിനെ കുറിച്ച് ഒരു ജീവി എനിക്ക് ഭയങ്കര സങ്കടം. ജോർജ് കുട്ടി പറഞ്ഞു, ഈ ഗുബിയോ പോയി കഴിയുമ്പോഴത്തേനും എനിക്ക് അത് ഒരുമാതിരി പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ കൊള്ളാം, നല്ലപോലെ കെട്ടിയെടുത്തിരിക്കുന്നേ, ഈ വീട് തരണമെന്ന് പറയും, ആ മുറിയെ, ആ പട്ടിയുടെ സ്ഥലം. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തലയാട്ടി. ഗുബിയ ഇത് കേൾക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവള് പോയി. പെരുമ്പാമ്പാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ വിഴുങ്ങാനുള്ള ഒരുപ്പമുണ്ട്. പക്ഷെ ഈശോ ഒരു ഭയവും തന്നില്ല എന്നുള്ളതാണ്. സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ പട്ടിക്കുഞ്ഞ് ഇത്രയേ ഉള്ള ആ കുഞ്ഞ്. എന്നിട്ട് അത് നടന്ന് ജോണിയുടെ കൂടെ അങ്ങ് തെക്കമല വരെയും ചെന്നു. എന്നിട്ട് അതിനെ ബസ്സേ കയറ്റി വിട്ടിട്ട് 4 കിലോമീറ്ററോളം ഉണ്ടെന്ന് ഓർക്കണം, കയറ്റവാ. അത് കയറി വന്ന് ഈ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടേ. ഈ പ്രകൃതിക്ക് ശരിക്കും നമ്മളോട് ഒരു ഇന്ററാക്ഷൻ ശരിക്കും ടാഞ്ചിബിൾ ആയിട്ട് വല്ല ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, പ്രകൃതി മഴക്കാലം വരുന്നു, കൊടുങ്കാറ്റ് വരുന്നു, പേമാരി പെയ്യുന്നു, അല്ലെങ്കിൽ ഇഴജന്തുക്കള്, മൃഗങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമാണല്ലോ ഈ പ്രകൃതി എന്ന് പറയുന്നത്. അവർ നിങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻ എങ്ങനെയാ? കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ തെങ്ങ് കണ്ടു, ആ തെങ്ങേല് ഒരു വട്ടം കുരങ്ങന്മാര് വന്നു. അല്ല, കുരങ്ങ് വന്നു, എന്നിട്ട് അവര് തേങ്ങ പറിച്ചിട്ട് അതൊരു താഴെ കൊണ്ട് അവിടെ വെച്ചിട്ട് പോയി. അത് അവര് 4 പറിച്ചു. എന്നിട്ട് അവര് നമുക്ക് നല്ല തോട്ടിട്ട് പറിക്കണ്ടേ അല്ലേ, അവര് പറിച്ചു തന്നേച്ച് അങ്ങ് പോയി. ഈ പ്രകൃതിയായിട്ടുള്ള ഒരു ബന്ധം അവര് അങ്ങനെ പ്രകൃതി ഭയങ്കര. വേറെ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതുപോലെ നമ്മളെ കരുതുന്ന എന്ന് പറയുന്ന പുതിയ അങ്ങനെ ജീവികളൊക്കെ വരുമ്പോ ഞങ്ങൾ ഈ ജീവികളോടെല്ലാം ഭയങ്കര ഒരു ദാനിലച്ചനൊക്കെ പറഞ്ഞു കേട്ടു. ഈ ടോയ്ലറ്റേ, അതിനകത്ത് ഞങ്ങളിങ്ങനെ, അതിനകത്ത് എനിക്ക് എന്നും വിഷമമാണ് ഇങ്ങനെ ഈ നമ്മുടെ ഇതുണ്ട് ക്ലോസറ്റിനകത്തോട്ട് ജീവികൾ വീണ അതിനകത്തൊന്നും കയറി പോകത്തില്ല. ഓന്ത, പല്ലിയ, എലി, അങ്ങനെയുള്ള ഒന്നും കയറി പോകത്തില്ല. അന്നേരം അത് അതിനകത്ത് ഇങ്ങനെ കിടന്നും കയറി വരും, താഴോട്ട് പോകാം. കുഞ്ഞു ജീവികൾ കാണാൻ ഉറുമ്പിന് പോലും കയറാൻ നല്ല ഉറങ്ങി കിടക്കാൻ പറ്റത്തില്ലേ. ഞങ്ങൾ അതിനകത്തൊരു കമ്പ് വെച്ചേക്കും. ഈ കമ്പേ കൂടി ഇവര് കയറി പോകും. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ ബാത്റൂമിൽ ചെല്ലുമ്പോൾ എവിടെയാണേലും അതിനകത്ത് തന്നെ ഒരു ജീവി കിടപ്പുണ്ട്. എങ്ങനെയാലും ഒരു കുഞ്ഞു ഉറുമ്പാണേലും അതിനെ എടുത്ത് മാറ്റിയിട്ടേ വെള്ളം ഒഴിക്കുള്ളൂ. കാരണം അത് ഞാനിങ്ങനെ ഓർക്കും, ഇതിനെ നമ്മളെ ഭാവനയെ കാണുമ്പോൾ ഈ സെപ്റ്റിക് ടാങ്കി വന്ന് ഇത് ക്ലേശിച്ച് മരിക്കുന്നതിനെ കുറിച്ച് ഒരു ജീവി എനിക്ക് ഭയങ്കര സങ്കടം. അതൊരു പല്ലിയാകാം, ഒരു കുഞ്ഞു ഓന്താകാം, അതൊരു ക്ലേശിക്കും മരിക്കണമല്ലോ അതിന്റെ ജീവനെ. അപ്പം ദൈവം പർപ്പസ് ചെയ്താണല്ലോ ഓരോ ജീവിയുടെയും ജീവന്. ഇതിന് ഒരു ഉറുമ്പിനാണേലും ഒരു കുഞ്ഞു ഹൃദയമൊക്കെ കൊടുത്ത് ദൈവമല്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മളൊരു ചുമ്മാ നിസ്സംഗമായിട്ട് അതിന്റെ ജീവനെ നമ്മൾക്ക് കളയാനുള്ള അവകാശമില്ലല്ലോ. കൊതുക് കൊതുക്. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ വീട്ടിന്റെ അടുത്തൊരു ഇത് കല്ലുണ്ടല്ലോ, അതിലിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുവാണേ. എന്നെ ഒത്തിരി കൊതുക് വന്ന് കടിക്കുക. അപ്പൊ കൊതുക് കടിക്കുമ്പോൾ നമുക്ക് അരിശം വരുമല്ലോ പൊതുവെ ഇത് ചെവിയിലൊക്കെ വന്നിട്ട്. അപ്പൊ ഞാൻ അന്നേരം പെട്ടെന്ന് ഒരു ധ്യാനം പോലെ എനിക്ക് കിട്ടിയേ, അവരും ഈശോയുടെ തിരുരക്തത്തിന്റെ ഒരു പ്രീസ്റ്റ് അല്ലേ എന്ന്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കത്തോലിക്കരുടെ ശരീരത്തിൽ ഈശോയുടെ രക്തം ഉണ്ടല്ലോ, അത് രോഗം പകർത്താവെങ്കിൽ, രോഗത്തിന്റെ അണുക്കൾ കൊതുക് വരുമ്പം നമ്മുടെ രോഗിയെ കുത്തിയിട്ട് വേറെ ആൾ കൊടുക്കുമ്പോൾ രോഗം പകർത്താവെങ്കിൽ ഈശോയുടെ രക്തത്തിന്റെയും കൂടെ കൊടുക്കത്തില്ലേ വേറെ ഒരാളിലേക്ക്.
അങ്ങനെ കൊതു കുത്തിയെടുത്ത ആ രക്തം കൊണ്ട് വേറെ ഒരാളെ കുത്തുമ്പോ ഇവിടെ രക്തം കയറുന്നില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ കത്തോലിക്കനിന്നേ. അപ്പൊ അത് ഭയങ്കര ശരിയായി. അതുകൊണ്ട് നമുക്കറിയത്തില്ല ആരിലൊക്കെ രക്തം ചെന്നിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച കൂടെ വന്നായിരുന്നു. ഇടയ്ക്കൊക്കെ കാട്ടുകോഴി എന്ന് പറയുന്ന സാധനം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് മനുഷ്യന്റെ ഒരു തലവട്ടം കണ്ടു കഴിഞ്ഞാൽ അവൻ കറക്കും പാർന്ന് വലിയ സ്പീഡിൽ പോകുന്നതാണ്. ഞാനിവിടെ വന്ന് ഒരു 10-25 അതിൽ കൂടുതൽ നമ്മള് വീട്ടുമുറ്റത്ത് കോഴിക്കൂട്ടിൽ നിന്ന് കോഴി അഴിച്ചു വിട്ട് വളർത്തുമല്ലോ എന്ന് പറഞ്ഞവർ ഇവിടെ വന്ന് പിന്നെ പൂവൻ കൂന്ന് വന്ന് ഇവിടെയും കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ടൊരു 10-25. നിങ്ങളപ്പോ ആ സമയത്ത് അതിന്റെ അടുത്തേക്ക് പറന്നു പോവാതെ അവര് തീറ്റ കൊടുക്കും. അടുത്ത് ചെന്നാൽ വലിയ അവരൊക്കെ അങ്ങനെ പേടിയില്ല അധികം. ഒരുവിധം മറ്റ് എന്തെങ്കിലും ജീവികൾ വരുന്നുണ്ടോ? ബാക്കി ഒത്തിരി കാട്ടുകുഞ്ഞി മുള്ളമ്പന്നി അങ്ങനെയൊക്കെ ഉണ്ട്. കേഴയുണ്ടോ ഒന്നുണ്ടോ അല്ല അങ്ങനെ ഏതെങ്കിലും ഈ കാലം ഇപ്പൊ 10-30 വർഷമായല്ലോ, ഇതിനിടയ്ക്ക് ഏതെങ്കിലും കാട്ടുമരങ്ങൾ ആക്രമിക്കാൻ നോക്കുവോ? അല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പാമ്പുണ്ട്. പാമ്പിനെ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അതുകൊണ്ട് സ്നേഹിക്കാൻ സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുക. പാമ്പിന്റെ പേര് അങ്ങനെയല്ല ഇംഗ്ലീഷ്. മലയാളത്തിൽ പറയുമ്പോഴാണല്ലോ അതിന് നമുക്കൊരു ഭീകരതയോട്. അങ്ങനെ വലിയ ഈ എന്താ പറയാ രാജവമ്പൽ അങ്ങനെയുള്ള വലിയ പാമ്പ് അങ്ങനെ വരുവല്ലോ കേട്ടോ. വലിയ പാമ്പിന് ഞങ്ങൾ വന്ന ഇടയ്ക്ക് കേട്ടോ അവിടെ ഈ മുകളില് നമ്മൾ ആ കയറുന്നിടത്ത് ഇങ്ങനെ ഇപ്പൊ നികത്തിയതാ അവിടെയൊക്കെ ഇങ്ങനെ വലിയൊരു ഇങ്ങനെ ഒരു പാറ നിന്നിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ കുഴിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ഞാനും ജോണിയും ഉള്ളു ഇവിടെ. അന്നേരം ഈ താഴെ നിന്നൊരു പട്ടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ താമസിക്കുമായിരുന്നു. അവർ ആ പട്ടി ഇവിടെ താമസിക്കുമായിരുന്നു. പട്ടിയും പൂച്ചയും എപ്പോഴും ഉണ്ടായിരുന്നു. അതിന് മുകളിൽ പറയാം. എന്നിട്ട് നമ്മളെ സഭയ്ക്ക് അങ്ങനെയാണല്ലോ, ഡോക്മായും കാറ്റീസും ആണല്ലോ പട്ടി. ഈ പട്ടി എന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുവാണ്. എന്നാൽ ഈ വീടൊന്നും ഇതുപോലെ അടവായില്ല, വാതിലും ഇല്ല. എന്നിട്ട് തുണി മാത്രമേ ഒട്ടു. ഞങ്ങൾ ഇങ്ങനെ പട്ടി കുരയ്ക്കുന്ന പോയി നോക്കിയപ്പോഴത്തേനും നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു പാമ്പ് പിന്നെ വണ്ണം എന്ന് പറഞ്ഞാൽ ഈ പുന്നാണ്ട് ഇല്ലേ അതിനേക്കാളും വണ്ണോ അത്ര ഒരു 8-9-10 അടി നീളം കാണും. ഇതിനേക്കാളും വണ്ണമുണ്ട്. ഇങ്ങനെ കിടക്കുക. പെരുമാമല്ലെന്ന് തോന്നുന്നു എന്റെ ഡിസൈൻ ഒക്കെ കണ്ടിട്ട്. പട്ടി ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുക. നമുക്ക് കൊല്ലത്തില്ല, അത്രയും വലുതാ. നമുക്ക് എന്തായാലും ഊരെടുത്താലും അതിനെ അത് എന്നിട്ട് ഞങ്ങൾ അത് കണ്ടിട്ട് നമുക്ക് ദൈവം പേടി തന്നില്ലേ. ഈ പട്ടി കുരച്ച് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് രാത്രിയാ, വൈകുന്നേരമായിരുന്നു. ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി. നല്ലപോലെ ഉറക്കം ഈശോ തന്നു. പിന്നെ അതിനെ കണ്ടിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ഉള്ളപ്പോ ഇങ്ങനെ അങ്ങനെ കയറി വരുവൊക്കെ ചെയ്താൽ പെരുമ്പാമ്പാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ വിഴുങ്ങാനുള്ള ഒരുപ്പമുണ്ട്. പക്ഷെ അത് ഈശോ ഒരു ഭയവും തന്നില്ല എന്നുള്ളതാണ്. സുഖമായിട്ട് കിടന്നുറങ്ങി. അത് വാതിൽ തുറന്നു കിടന്നു. അങ്ങനെയൊക്കെയുള്ള ജീവികള് ചില പാമ്പുകൾ ഇങ്ങനെ വന്നിട്ടില്ലേ. വലിയ വളകൊഴുപ്പിന് ഇന്നാൾ ഓർണം ഇതിനേക്കാളും മണ്ണമുള്ളൂ. വളകൊഴുപ്പ് സാധനത്തിലെ മണ്ണം വരത്തില്ലല്ലോ. ഇതുപോലെ ഒരു വളകൊഴുപ്പിന് അവിടെ വന്നിട്ട് ആ വീടിന്റെ അവിടെ വന്ന് വിദ്യയിലോട്ട് കയറാറായപ്പോ അതിന് അറ്റാക്ക് ഉണ്ടായി മരിച്ചു പോയെന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ പാമ്പ് അത്തരം വളകൊഴുപ്പിന് വലിയനെ കണ്ടിട്ടില്ല. കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്തോ ഈശോ അങ്ങനെ ഓരോന്നേ. ഈ സഭയുടെ കാറ്റീസം എന്ന് പറഞ്ഞാൽ ക്യാറ്റിന്റെ കഥ എന്താ? കാറ്റിന്റെ അല്ല, ഒരു പട്ടിയും പൂച്ചയും 2 പ്രാവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു മുകളിൽ ഒരു പട്ടിക്കൂട് ചോദിച്ചോട്ടെ, അതായത് നിങ്ങള് ഇതിനെ മേടിച്ച് വളർത്തിയതല്ലേ? ഇവിടുന്ന് തന്നെ വരുന്നവരൊക്കെ ഈ താഴെ ഇവിടം വരെ കയറി വരും. അവിടെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ വരുന്നതാണ്. അതൊക്കെ നമ്മളിങ്ങനെ ഈശോ ഇങ്ങനെ ഓരോന്നിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു പ്രകൃതി ഫ്രാൻസിസ് അങ്ങനെ എല്ലാത്തിനെയും സ്വീകരിക്കുമായിരുന്നല്ലോ. എന്നാലൊരു പട്ടി ഈ അവസാനം വന്ന് ഇപ്പൊ അച്ഛൻ പറയുന്ന പട്ടിയുടെ കേസ് എന്ന് പറയുന്നൊരു പട്ടി വന്നു. എന്നിട്ട് അത് വന്ന് അതിനെ നമുക്ക് അതിനകത്ത് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് വളർത്തത്തില്ല. അപ്പൊ എങ്ങനെയും അതിനെ സ്വീകരിക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് ഒരു മനുഷ്യന്റെ ചിന്ത വരുമല്ലോ. അങ്ങനെ വന്നാൽ അത് എങ്ങനെയും നമ്മളധികം ഭക്ഷണമൊക്കെ കൊടുക്കാതിരിക്കാൻ പോകട്ടെ എന്നൊക്കെ ആദ്യം ഒന്ന് ചിന്തിച്ചു. പക്ഷെ അന്നേരം നമ്മൾ ജോണി ബ്രദർ തെക്കേമലയ്ക്ക് ഏതാണ്ട് ആവശ്യത്തിന് വേണ്ടി കാഞ്ഞിരപ്പള്ളിക്ക് അങ്ങാണ്ട് പോകണമായിരുന്നു. അപ്പൊ ഈ പട്ടിക്കുഞ്ഞ് ഇത്രയേ ഉള്ളു ആ കുഞ്ഞ്. എന്നിട്ട് അത് നടന്ന് ജോണിയുടെ കൂടെ അങ്ങ് തെക്കേമല വരെയും ചെന്നിട്ട് അതിനെ ബസ്സേ കയറ്റി വിട്ടിട്ട് 4 കിലോമീറ്ററോളം ഉണ്ടെന്ന് ഓർക്കണം. കയറ്റവാ. അത് കയറി വന്ന് ഈ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടേ. അന്നേരത്തിന് നമുക്ക് ഭയങ്കര ഒരു ഫീലായി. അതിന്റെ ഒരു സ്നേഹമേ ജോണിയെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങ് വരുവാ. തിരിച്ചു വന്നു. എന്നിട്ട് അവിടെ കിടക്കും. അന്നേരം പിന്നെ നമുക്ക് അതിനെ സ്വീകരിക്കാൻ ഒരു വലിയ ഉള്ളിലൊരു ഇത്. അന്നേരം ഇപ്പൊ പെട്ടെന്ന് അവിടെ കെട്ടാത്തില്ലാത്തതുകൊണ്ട് ഒരു അയലോക്കത്തൊരു വീട്ടിലേക്ക് തക്കാലം ഒന്ന് കൊടുത്തു. എന്നിട്ട് അവരവിടെ വളർത്തി. അന്നേരം അവന് ഇച്ചിരി വലുതൊക്കെ ആയപ്പത്തിന് മുട്ട വറക്കാനൊക്കെ തുടങ്ങി. നമ്മളിവിടെ കൂടുണ്ടാക്കുന്നതിന് മുമ്പേ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കെട്ടി. എന്നിട്ട് ഈ അവിടെ ഒരു കൂടുണ്ടാക്കി അതിനെ വളർത്തി. ഞങ്ങൾ ഒരു 7 വർഷത്തോളം ജീവിച്ച് അന്നേരം അത് ശരിക്കും നല്ല ഭംഗിയാ കാണാനൊക്കെ. വളർന്നു നല്ല കളറൊക്കെ ആയപ്പോഴേ അത് വെജിറ്റേറിയനായി. പഴമെല്ലാം ഇഷ്ടം. ഇറച്ചി മീനൊന്നും അങ്ങനെ ഇഷ്ടമില്ലേ. ഈ കരിക്കൊക്കെ നമ്മൾ പറിക്കാൻ തോട്ട് കെട്ടുവാണ് അവൾ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങും. അതിന്റെ ഇത് തിന്നാൻ കൊടുക്കാനേ. അങ്ങനെ
എന്നിട്ട് അത് ഭയങ്കര സ്നേഹം. അതിന്റെ അടുത്ത് ഇങ്ങനെ തീറ്റ, ഈ കാട്ടുകോഴിയൊക്കെ വരും, അതിന് തീറ്റ കൊടുക്കുന്നിടത്ത് അത് അവർ വന്നാല് ഈ പട്ടി ഒന്നും ചെയ്യത്തില്ല, ഇങ്ങനെ നോക്കി നിൽക്കത്തുള്ളൂ. അത് അവളുടെ പാത്രത്തിൽ നിന്ന് അടിച്ചേച്ച് പോകും. എന്നിട്ട് അവസാനം പിള്ളേരുടെ തർക്കം ഇതായിരുന്നു, ഇത് പട്ടിയല്ല ഇത് ആട്ടുമാമയെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അത്രേ ഇതായത്. അങ്ങനെയായി. എന്നിട്ട് ഒരു ദിവസം ജോർജ് കുട്ടി എന്ന് പറയുന്ന മുള്ളിലെ നമ്മൾ കൊടുത്തു വരുന്ന ബ്രദറാണ്, യൂത്ത്. അപ്പൊ മുള്ളി കുറെ 3-4 വർഷമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പട്ടി അവിടെ നിപ്പുണ്ട്. അപ്പൊ അവള് നിൽക്കുന്നതിന്റെ കേക്കല പറഞ്ഞു, ഗുബിയോ എന്നാ ഞങ്ങള് അവൾക്ക് പേരിട്ടെ. ഗുബിയോ എന്ന് പറയുന്ന ഫ്രാൻസിസ് ഗുബിയോ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഗ്രാമത്തിലെ ഒരു ചെന്നായ മാനസാന്തരപ്പെടുത്തി ഗുബിയോ. അപ്പൊ അതിന്റെ വെച്ച് ഞങ്ങൾ അങ്ങനെ അതിന് ഗുബിയോ എന്ന് പേരിട്ടു. അന്നേരം ജോർജ് കുട്ടി പറഞ്ഞു, ഈ ഗുബിയോ പോയി കഴിയുമ്പോഴത്തേനും എനിക്ക് അത് ഒരുമാതിരി പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ കൊള്ളാം, നല്ലപോലെ കെട്ടിയെടുത്തിരിക്കുന്നേ, ഈ വീട് തരണമെന്ന് പറയും, ആ മുറിയെ, ആ പട്ടിയുടെ സ്ഥലം. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തലയാട്ടി. ഗുബിയ ഇത് കേൾക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവള് പോയി. മരിച്ചില്ല, ഇവിടുന്ന് പോയി. തൊടലും അഴിച്ചുകൊണ്ട് എങ്ങനെയോ പോയി. പിന്നെ വന്നിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം വന്ന് ഇതിലൊന്ന് നോക്കിയിട്ട് പോയി. പിറ്റേ ദിവസം പോയെന്നുള്ളത്. അത്ര അവർക്ക് സെൻസിറ്റീവാ. ഓ, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 7 വർഷം അതുപോലെ ഇത് ചെയ്യുന്നതാണ്. എനിക്ക് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ള, ഞങ്ങൾ അവളുടെ പണ്ടശാലയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നമുക്ക് ഈ എന്നാ പട്ടി സഹോദരി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴേ പോയല്ലോ എന്നോർത്ത് സങ്കടം വരുമോ? അവരോടുള്ള സ്നേഹത്തിന്റെ ഒരു സങ്കടമുണ്ട്. ഞങ്ങള് അവരിങ്ങനെ സ്വാഭാവികം, ഇതേ അവരോട് ജീവികളോടുള്ള ഒരു പൂച്ചയോ ഉണ്ടായിരുന്നു. അവളും ഇങ്ങനെ മരിച്ചു. ഞങ്ങൾ പിന്നെ ഇവരെയൊക്കെ അടക്കം ചിലപ്പോ മരിച്ചു കുഞ്ഞു കുഴിയൊക്കെ കുത്തി അതിനെ സ്നേഹപൂർവ്വം ഒരടക്കുന്ന പോലെ. പണ്ട് ഞാനും അങ്ങനെ വീട്ടിലെ പൂച്ചയൊക്കെ അടക്കി അവിടെ ഒരു കുരിശൊക്കെ ചാച്ചന്റെ തല്ലൊക്കെ വാങ്ങിച്ചത്. ഇത്രയും നാളും പ്രാർത്ഥിച്ചു. ഇനി ഇതിപ്പോ ഒരു പാസീവ് മൊണാസ്റ്റിസിസം എന്ന് വേണേൽ പറയാമല്ലോ. ഒരു ആക്റ്റീവായിട്ട് മുമ്പ് പറഞ്ഞ പോലെ ലോകം മുഴുവനും ഇനി പ്രസംഗിക്കണം എന്ന് അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ നമ്മളെ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചത്. അപ്പൊ അതിനൊരു സമയം ആയില്ല, അതോ ഇനി ഏകദേശം ആയി വരുന്നു, അങ്ങനെ എന്തെങ്കിലും അതിനെ കുറിച്ചൊരു അങ്ങനെ ഈശോ പ്രേരിപ്പിക്കുന്ന പോലെ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെയാ, ഇത്ര സമയത്ത് ഉണരണം, ഇത്ര സമയത്ത് ഉറങ്ങണം, ഇത്ര സമയത്ത് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്റ്റിപ്പുലേഷൻസ് ഉണ്ടോ? ഞങ്ങൾ പൊതുവേ 3 മണിക്ക് അങ്ങനെ എഴുന്നേക്കുവേ. ഇപ്പൊ ഇച്ചിരി പറ്റുന്നില്ല, ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ എഴുന്നേക്കും. പിന്നെ അങ്ങനെ കൃത്യം സ്ട്രിക്ട്നെസ് ആയിട്ടില്ല. എന്നാലും ഞങ്ങൾ സ്വയം ഒഴിപ്പരുതെന്നുള്ള പറഞ്ഞാൽ ഞങ്ങളോട് തന്നെ ഓരോരുത്തർക്കും ഉണ്ടേ. നിങ്ങളിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ജീവിക്കുന്നതോ കമ്മ്യൂണിറ്റി ആയിട്ടാണോ? ഒരു ഒബീഡിയൻസ് ഉണ്ട് അവർക്ക്. എല്ലാരും ഒരു അങ്ങനെ ഫോർമാലിറ്റിയിൽ ഇല്ലേലും അതിനേക്കാളും ഡീപ്പായിട്ട് ഒബീഡിയൻസിലാണ് പോകുന്നു.